നമ്മുടെ സുഭാഷ് ബോസ് പ്രതിനിധീകരിക്കുന്നതായിട്ടുള്ള സംഘടനയുടെ സുഭാഷ് ബോസ് പ്രതിനിധീകരിക്കുന്ന സംഘടനയുണ്ടല്ലോ, അതെ, മൺപാത്ര നിർമ്മാണ സഭ. ആ സഭ, അത് മൺപാത്ര നിർമ്മാണം അതൊരു കുലത്തൊഴിലായിട്ട് സ്വീകരിക്കുന്ന ആളുകളുടെ സഭയാണ്. പക്ഷേ ആന്തൂരൻ നായർ എന്നാണ് ചില സ്ഥലങ്ങളിൽ അവർ അറിയപ്പെടുന്നത്. കലം ചെട്ടി ഉണ്ടാക്കുക. CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള സഖാവ് MP ഗോവിന്ദ മാസ്റ്റർ ആ സമുദായത്തിൽ ജനിച്ച ആളാണ്. വെളുത്തെഴുത്ത് നായർ അവർ വസ്ത്രമൊക്കെ അലക്കി കൊടുക്കുന്ന ആളുകളാണ്. അതിൽ ഒരാളുണ്ട്, ഇവിടെ സൂചിപ്പിച്ചു, നമ്മുടെ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റായിരുന്ന അനന്തഗോപൻ ആ വിഭാഗത്തിൽപ്പെട്ട ആളായിരുന്നു. ഇടച്ചേരി അഥവാ കൊണ്ടാരി നായർ അജപാലന്മാരായിരുന്നു. ആടിനെ മേയ്ക്കുകയും ആടിനെ വളർത്തുകയൊക്കെ ചെയ്തുകൊണ്ടായിരുന്നു. ഓടത്ത് നായർ വഞ്ചി ഉണ്ടാക്കുന്ന ആളുകളെയായിരുന്നു ഓടത്ത് നായന്മാരെന്ന് പറയുന്നത്. ഊരാളി നായർ മരം കയറുന്ന ആളുകൾ ഊരാളി നായന്മാരെന്ന് പറയുമായിരുന്നു. പദമംഗലം നായർ ക്ഷേത്രകാര്യങ്ങൾക്ക് വിളക്ക് പിടിക്കുക അങ്ങനെ തുടങ്ങുന്ന ആളുകൾ അങ്ങനെ പറയുമായിരുന്നു. പള്ളിച്ചാൽ നായർ പല്ലക്ക് ചുമക്കുന്ന ആളുകൾ. തലനായർ ചുണ്ണാമ്പുണ്ടാക്കുക എന്ന് പറയുന്ന പണിയഞ്ചന. മണിയാണി നായർ യാദവ പശുക്കളമേക്ക്. ഇങ്ങനെ തുടങ്ങി യഥാർത്ഥത്തിൽ ഒരു 116ഓളം വരുന്ന ഉപവിഭാഗങ്ങളായി വിവിധ തൊഴിലുകളുടെ അടിസ്ഥാനത്തിൽ വിഭജിക്കപ്പെട്ടിരുന്ന വിഭാഗങ്ങളുടെ ഏകീകരണം സാധ്യമാകുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രവർത്തനമാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ശ്രീ അപ്പാവ് വൈദ്യന്റെയും ഷടാനന്ദ സ്വാമിയുടെയും നേതൃത്വത്തിൽ 125 വർഷങ്ങൾക്ക് മുമ്പ് നടന്നത്. 125 വർഷങ്ങൾക്ക് മുമ്പുള്ള കേരളത്തിലെ സാമൂഹ്യ അവസ്ഥ എന്ന് പറയുന്നത് ഞാൻ പറയേണ്ട കാര്യമില്ല. വഴി നടക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല. മാറുമറയ്ക്കാനുള്ള അവകാശം വലിയൊരു വിഭാഗം ആളുകൾക്ക് ഉണ്ടായിരുന്നില്ല. സ്കൂളിൽ പോകാനുള്ള അവകാശം ഉണ്ടായിരുന്നില്ല. എന്തിനാ അമ്പലത്തിൽ പോയി ആരാധന നടത്താനുള്ള അവകാശം ഉണ്ടായിരുന്നില്ല. ഹിന്ദുക്കൾ തന്നെയാണ് ഭരിച്ചതും, ഹിന്ദുക്കൾ തന്നെയാണ്. നമ്മുടെ രാജ്യത്തിന്റെ രാജഭരണം നടത്തിയിരുന്നത് ഹിന്ദുക്കൾ തന്നെയാണ്, സംശയമൊന്നുമില്ലല്ലോ. ഇപ്പൊ തിരുവിതാംകൂർ എടുത്ത് നോക്കിയാൽ തിരുവിതാംകൂർ രാജ്യം ഭരിച്ചിരുന്നത് ഹിന്ദുക്കളല്ലാതെ മുസ്ലിങ്ങളായിരുന്നു, അല്ലെങ്കിൽ ക്രിസ്ത്യാനികളായിരുന്നു. ഹിന്ദുക്കൾ തന്നെയാണ് ഭരിച്ചിരുന്നത്. പക്ഷേ ഹിന്ദു സമുദായത്തിലെ, ഹിന്ദു സമൂഹത്തിലെ മഹാഭൂരിപക്ഷം വരുന്ന അവർണ വിഭാഗത്തിൽപ്പെടുന്ന മനുഷ്യർക്ക് ക്ഷേത്രാരാധനയ്ക്ക് അവകാശമുണ്ടായിരുന്നു. അവർക്ക് ക്ഷേത്രത്തിൽ പ്രവേശിക്കാൻ സ്വാതന്ത്ര്യം ഉണ്ടായില്ല. ക്ഷേത്രത്തിൽ പ്രവേശിക്കുന്ന പോട്ടെ, ക്ഷേത്രത്തിന്റെ ചുറ്റുമതിലിന് പുറത്തുള്ള നടപടിയിലൂടെ സഞ്ചരിക്കാൻ അവകാശം ഉണ്ടായിരുന്നില്ല. ഇവിടെ വൈക്കം സത്യാഗ്രഹ സമരത്തെ കുറിച്ചുള്ള ഒരു സൂചന ശ്രീ സുരേഷ് പറഞ്ഞല്ലോ. 1936 ആ 39 വൈക്കം സത്യാഗ്രഹ സമരം എന്ന് പറയുന്നത് 2 വർഷക്കാലം നീണ്ടുന്ന സമരം എന്ന് പറയുന്നത് അത് ക്ഷേത്രത്തിൽ പ്രവേശിക്കാൻ വേണ്ടിയിട്ടുള്ള സ്വാതന്ത്ര്യം കിട്ടണമെന്ന് അവകാശം കിട്ടുമെന്ന് പറഞ്ഞ സമരമായിരുന്നില്ല. വൈക്കം ക്ഷേത്രം മഹാക്ഷേത്രമാണ്. ആ ക്ഷേത്രത്തിന് പുറത്ത് വലിയ ചുറ്റുമതിലിന് പുറത്തൊരു നടപടിയുണ്ട്. ആ നടപടിയിലൂടെ നടക്കാൻ അവർണ വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള മനുഷ്യന് സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല. അവർണർക്ക് പ്രവേശനമില്ലെന്നുള്ള കൂറ്റൻ ബോർഡ് ആ നടപടിയിൽ സ്ഥാപിച്ചിരുന്നു. ആ ബോർഡ് മാറ്റുന്നതിന് വേണ്ടിയിട്ട് മഹാത്മജിയും ശ്രീനാരായണ ഗുരുവും സമുദായാചാര്യൻ മന്നത്ത് പത്മനാഭനും അങ്ങനെ അതുപോലെ തന്നെ അന്ന് തമിഴ്നാട്ടിൽ നിന്ന്, അന്നത്തെ മദ്രാസിൽ നിന്ന് അന്നത്തെ നവോത്ഥാന നായകന്മാരൊക്കെ, ഇന്ത്യയുടെ പല ഭാഗത്തും നവോത്ഥാന നായകന്മാര്, നവോത്ഥാന പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകന്മാര് പോരാട്ടം നടത്തി. അപ്പൊ അങ്ങനെയൊക്കെ മാറുമറയ്ക്കാൻ നമുക്ക് അവകാശം ഉണ്ടായിരുന്നില്ലെന്ന് പറഞ്ഞാൽ ഇന്നത്തെ ആരെങ്കിലും സമ്മതിച്ചില്ല. മാറുമറയ്ക്കാൻ വലിയ അനുവാദം വേണമെന്ന് ചോദിക്കും. അവകാശം ഉണ്ടായിരുന്നില്ല. തിരുവിതാംകൂർ നടന്ന ഏറ്റവും വലിയ സമരം കല്ലുമാല സമരം. ആ കല്ലുമാല എന്ന് പറയുന്നത് മാറുമറയ്ക്കാനുള്ള അവകാശത്തിന് വേണ്ടി നടന്ന ശക്തമായിട്ടുള്ള പോരാട്ടമായിരുന്നു. ഹിന്ദുമതത്തിൽ നിന്ന് എന്തുകൊണ്ട് അക്കാലത്ത് ക്രിസ്തു മതത്തിലേക്കുള്ള പരിവർത്തനം നടന്നു എന്നുള്ളതിനെ സംബന്ധിച്ച് ശ്രദ്ധാപൂർവ്വം വീക്ഷിച്ചാൽ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. തിരുവിതാംകൂറിൽ ഹിന്ദുക്കളായിട്ടുള്ള അവർണ സമുദായത്തിൽപ്പെട്ടിട്ടുള്ള അമ്മമാർക്കും പെങ്ങന്മാർക്കും മാറുമറയ്ക്കാൻ അവകാശം ഇല്ലാതിരുന്ന കാലത്ത് ക്രിസ്ത്യാനിയാണെങ്കിൽ റൗക്ക ധരിക്കാൻ അവകാശം ലഭിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ റൗക്ക ധരിക്കാൻ വേണ്ടിയിട്ട് ക്രിസ്തു മതത്തിലേക്ക് ചേർന്നിട്ടുള്ള ആളുകളുണ്ട്. ഹിന്ദുക്കളായിട്ടുള്ള പിന്നോക്കക്കാരായിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സ്കൂളിൽ പോകാൻ അവകാശം ഉണ്ടായിരുന്നില്ല. സ്കൂളിൽ മറ്റു സമുദായത്തിൽപ്പെട്ടുള്ള ആളുകൾ ഇരിക്കുന്നിടത്ത് പഠിക്കാൻ അവകാശം ഉണ്ടായിരുന്നില്ല. ക്രിസ്ത്യാനിയായാൽ സ്കൂളിൽ പോകാൻ സൗകര്യം കിട്ടും. അതുകൊണ്ട് ക്രിസ്തുമസ് ചേർന്ന ആളുകളുണ്ട്. ഇങ്ങനെ നമ്മുടെ സമൂഹത്തിൽ ഹിന്ദു മതത്തിനകത്ത് നിലനിന്നിരുന്നതായിട്ടുള്ള ഒരുപാട് ദുരാചാരങ്ങളും ഒരുപാട് അനാചാരങ്ങളും ഒക്കെ നിലനിന്നിരുന്നു. ഒരു 100-125 വർഷങ്ങൾ ഇങ്ങനെ പൊതുവെ പരിശോധിക്കുന്നത് കാണാൻ വേണ്ടി കഴിയുന്നത്. അമ്മമാർക്ക്, വിധവകളായിട്ടുള്ള അമ്മമാർക്ക് മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കാൻ അവകാശം ഉണ്ടായിരുന്നില്ല. കാലത്ത് സ്വന്തം മകളുടെ കല്യാണം വീട്ടിന്റെ മുറ്റത്തുള്ള ഒരു ചെറിയ പന്തലിൽ നടക്കുകയാണ്.
പക്ഷേ ആ പന്തലിൽ വന്ന മകളെ, ആ കല്യാണ പുടവയെടുത്ത് നിൽക്കുന്നതായിട്ടുള്ള മകളെ അനുഗ്രഹിക്കാനുള്ള അവകാശം ഉണ്ടായിരുന്ന കാര്യം അവർ വിധവയായിരുന്നു എന്നുള്ളത്. വിധവയാണെങ്കിൽ വരാൻ അവകാശമില്ല അവർക്ക്. അവർ പിന്നാമ്പുറത്ത് എവിടെയെങ്കിലും നിന്ന് ഒഴിഞ്ഞു നോക്കണമായിരുന്നു.